3 വീട് ആകാശച്ചാരികൾക്ക് പോലും വെളിച്ചം കൊടുക്കുന്നതാണ്. ഭൂമിയിലെ 3 വീട് ആകാശത്തുള്ളവർക്ക് പോലും വെളിച്ചുണ്ടാവും. ഭൂമിയിലെ വീട് ഏതാ 3 വീട്? ഒന്ന് ബൈത്തുല്ലാഹി, ഒന്ന് അള്ളാന്റെ വീടാണ്. ഒന്ന് ബൈത്തുൽ ആലിമി, പടച്ചോനെ പേടിക്കുന്ന ആലിമിന്റെ വീടാണ്. 3 ബൈത്തു ഹാഫിളിൽ ഖുർആൻ, മനുഷ്യന്മാരോട് തർക്കിക്കാൻ വേണ്ടിയും അഹങ്കരിക്കാൻ വേണ്ടിയും അല്ലാതെ ഖുർആൻ മനഃപ്പാഠമാക്കിയവന്റെ വീടാണ്. ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ഇൽമിനെ ആഫിയാക്കി തരട്ടെ. ആരോണ്ട് മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിൻ ആരാണ്? വബ്തഗൂ മിൻ ഫളില്ലാഹി ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. അല്ലാഹു ആഫിയായ ഇൽമിനെ തരട്ടെ. ഇന്നല്ലാഹ അസ്സ വജല്ല. ഉപസംഹരിക്കുക, കേട്ടോളൂ ഒരു ഉപസംഹാരം. ഗസാലി ഇമാമിന്റെ വാക്കെന്നെ പറയാം. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഒരാളെ അല്ലാഹു ഇഷ്ടമായാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദില, നല്ല നല്ല സമരങ്ങളിൽ അവനെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കും. മനസ്സിലായില്ല? ഒരാളെ കൊണ്ട് അല്ലാഹു തആല, ഒരാളെ കാര്യത്തിൽ അല്ലാഹു തആലക്ക് പറയും ഒരാളെ കാര്യത്തിൽ അല്ലാഹു തആലക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവനെ നല്ല നല്ല സമയങ്ങളിൽ അമൽ ചെയ്യിപ്പിച്ചിട്ട് അവന്റെ അവസാനം നന്മയും മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം നല്ലും അങ്ങനെ എല്ലാ അമലും അയാൾക്ക് കിട്ടും. വൈദാ മാഖതാഹു, ഒരാളോട് അല്ലാഹുക്ക് ദേഷ്യം ഉണ്ടായാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളിലതി ബിസയ്യിൽ അമാൽ, നല്ല നല്ല സമയങ്ങളിൽ മോശപ്പെട്ട പണികൾ ചെയ്യിപ്പിക്കും. വെള്ളിയാഴ്ച മോശപ്പെട്ട, ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറയണ ഹറമിൽ ഇരുന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയ ഒരു ചെറുപ്പക്കാരൻ ഖേദത്തിൽ പലവട്ടം എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച ഇരിക്ക, മസ്ജിദുൽ ഹറാമിൽ ഇരിക്ക. തിരുവമ്പാടി പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം ഒരാൾ എന്നോട് പറഞ്ഞ ഹജ്ജ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞ് വേദനയിൽ പറഞ്ഞതാ, മസ്ജിദുൽ ഹറാമിൽ 2 ആളുകൾ, 2 മലബാരികൾ മുസ്ലിമീങ്ങൾ 2 ആള് മസ്ജിദുൽ ഹറാമിലാണ് ഇരുന്നിട്ട് തർക്കം തുടങ്ങി. 10 മണി മുതൽ ജുമാ വരെ തർക്കിച്ചു. എന്താ വിഷയം? തിരുവമ്പാടി പൊതു തെരഞ്ഞെടുപ്പ്. മനുഷ്യന്മാരെ ഉളുപ്പ് എന്നുള്ള സാധനം നാട്ടിലുണ്ട്. ഇതേതാ സ്ഥലം? അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല വിഷയം. ഇതേതാ സ്ഥലം? 1 ഹറം, 2 വെള്ളിയാഴ്ച, ഒരസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എത്രയാ കൂലി? തിരുവമ്പാടി പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ദുനിയാവിലും 2 ഭൂമിക്ക് ഇറങ്ങിയാൽ പിന്നെ അറിയുന്ന കാര്യമല്ല. അതങ്ങനെ വർത്താനം പറയാം. മിനയിലിരുന്നിട്ട് ഗ്രൂപ്പ് വഴക്ക് നടത്തുക, മിനയിലിരുന്ന് അല്ലുണ്ടാക്കുക, വർത്താനം അങ്ങനെ പറയാം. മിനയിലിരുന്നാൽ സാലിഹ്യങ്ങൾ 3 ദിവസം കൊണ്ട് ഹത്തം തീർക്കും. അതാണ് മിന. ആ ജംറയിൽ എറിയ ബാക്കി നേരം ഖുർആൻ ഉണ്ടൂല, അമലാണ് സ്വീകരിക്കും. പക്ഷേ നേരല്ല, വക്കാണ് കൂടണം, വഴക്ക് തന്നെ. ഇത് തന്നെയാണ് ദോഷികളുടെ അടയാളം. ഇതാ മക്കത്ത ഒരാളെ അബ്ദിനെ പറ്റി അള്ളാഹ്ക്ക് ദേഷ്യം ഉണ്ടായാൽ അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഇസ്തഅമലഹു ബിസയ്യിൽ അമാലി ഫിൽ ഔഖാത്തിൽ ഫാളില, നല്ല നേരത്തൊക്കെ അവനെ കൊണ്ട് മോശം പറയിപ്പിക്കും, മോശം ചെയ്യിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പഠിച്ചോനെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തിന്? ലിഹിർമാനിഹി ബറക്കത്തൽ വഖ്തി, ആ വഖത്തിന്റെ ബറക്കത്ത് അവൻ കളയുകയും അത് കാരണമായി അവൻ ദോഷത്തിനും നരകത്തിനും കാരണമാവുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ചയെ പേടിച്ചോളൂ മനുഷ്യന്മാരെ. വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത് ഹാളിറത്തൽ ബഹർ ഇദ യഅദൂന ഫിസ്സബ്ത് യതതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുറഅ വയൗമ ലാ യസ്ബിതൂന ലാ തതീഹിം കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. കൊരങ്ങായ ജനതയിലേക്ക് മടങ്ങാതിരിക്കുക, അല്ലാഹുവിനെ പേടിക്കുക. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലേക്ക് തയ്യാറാവുക. എന്റെ ജോലിയായിട്ട് ഒഴിവാക്കുക. വെള്ളിയാഴ്ച പള്ളിക്ക് ഒരുങ്ങുക. അമല് കൊണ്ട്, ദീനിനെ അമല് കൊണ്ട് പരിപോഷിപ്പിക്കുക. അതിന് ആലിമീങ്ങൾ മുന്നിട്ട് നിൽക്കുക. പള്ളി കമ്മിറ്റിന്റെ ഉത്തരവാദിത്തം മൂത്രപ്പുര പൊളിഞ്ഞാടി നന്നാക്കലല്ല. മൂത്രപ്പുര പൊളിഞ്ഞാടി നന്നായിട്ടില്ലെങ്കിലും ആളുകൾ കുട ചൂടി മൂത്രിക്കും, അതൊന്നും പ്രശ്നമല്ല. എന്താ പള്ളി കമ്മിറ്റിന്റെ ഉത്തരവാദിത്തം? തേങ്ങ വലിക്കാൻ ഏത് വേലായുധനും കഴിയും. അതല്ല പള്ളി കമ്മിറ്റിന്റെ ഉത്തരവാദിത്തം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരില്ല. അതാണ് ഉത്തരവാദിത്തം. അത് ഈ തേങ്ങ കൊണ്ട് നടക്കൂല. അത് തേങ്ങ കൊണ്ട് നടക്കാത്ത കാര്യമാണ്.
മൂത്രമാത്തി എന്നാക്കലല്ല. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യ് കൂട്ടി കെട്ടാൻ വേണ്ടി സ്വഹാബികൾ ചെന്നു. ബദറിൽ അബൂജഹലിന്റെ ഒപ്പം അബൂജഹലിന്റെ പാർട്ടിയിൽ വന്ന ആളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. പള്ളി കമ്മിറ്റിയാ. ഏത് പള്ളി കമ്മിറ്റി? പള്ളി കമ്മിറ്റിയാ. ആരോടും പറയണ്ട. പള്ളി കമ്മിറ്റിയാ. ഏത് പള്ളി കമ്മിറ്റി? മുശ്രിക്കീങ്ങളുടെ മസ്ജിദുൽ ഹറാമിന്റെ കമ്മിറ്റി. മനസ്സിലായില്ല? അക്കാലത്തെ കഅബാലയത്തിന്റെ പ്രധാനികളിൽ ഒരാളാണ് ആര്? അബ്ബാസ് റളിയല്ലാഹു അബൂജഹലിന്റെ ഒപ്പം ബദറിന് വരുന്നത്. ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിലും അവരെ കൂട്ടത്തിലാണ് വന്നത്. അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു. നല്ല മനുഷ്യനാണോ? വളരെ നല്ല മനുഷ്യനാണ്. മുസ്ലിമീങ്ങൾ മക്കയിലൊക്കെ ജയിക്കാൻ കാരണമായത് അബ്ബാസ് റളിയല്ലാഹു വലിയ മഹാൻ തന്നെയാണ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ബദറിൽ തോറ്റു മുശ്രിക്കീങ്ങൾ. അപ്പോൾ പിടിക്കപ്പെട്ടു. ആരെയും? അബ്ബാസിന്റെ കൈ കൂട്ടി കെട്ടാൻ വേണ്ടി ആമം വെക്കാൻ വേണ്ടി സ്വഹാബികൾ ചെന്നു. അപ്പോൾ പറഞ്ഞു, എന്റെ കൈ ആമം വെക്ക്. ഞാൻ കഅബാലയത്തിന്റെ കമ്മിറ്റിക്കാരനാണ്. എന്റെ കൈ കൂട്ടി കേൾക്കാൻ പറ്റൂല. അപ്പോ ആയത്തിറങ്ങി, പള്ളി കമ്മിറ്റി ആകുക എന്ന് പറഞ്ഞാല് അവിടത്തെ അടിച്ചു വരുന്ന അവിടെ വൃത്തികേട് അവിടെ ഉണ്ടോ നോക്കലല്ല. ഇന്നമായ മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة വആത الزكاة വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രം പേടിക്കുകയും അങ്ങനത്തെ ഒരു ജനതയെ ഉണ്ടാക്കല പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. അല്ലാതെ മൂത്രമത്തി എന്നാക്കലല്ല. ആരോട് പറഞ്ഞു? അബ്ബാസിനോട് പറഞ്ഞു. കൈ കൂട്ടിയാൽ കിട്ടി. അബ്ബാസിന്റെ കൈ കൂട്ടി അങ്ങോട്ട് കിട്ടി. ആ പള്ളി കമ്മിറ്റി എന്നുള്ള വർത്താനം ഇവിടെ പറയണ്ട. ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. ഹാജിമാർക്ക് വെള്ളം കൊടുത്ത് അത്ര വലിയ വരുത്താനൊന്നുമല്ല. ഞാൻ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ആളാണ്. അതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. അള്ളാഹ് പറഞ്ഞു, മസ്ജിദിൽ ഹറാം അതുകൊണ്ട് ജുമാ ദിവസത്തിന്റെ പവിത്രത നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാട് കുട്ടിച്ചോറാവും. അത് കമ്മിറ്റിക്കാരും ആലിമീങ്ങളും ഗൗരവമായി കണക്കിലെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ആഫിയാക്കി തരട്ടെ. അല്ലാഹു പറഞ്ഞു കേട്ടോ, ഒരു സാലിഹായ അമലാക്കണമേ റബ്ബേ. ഞങ്ങൾ ഇൽമിനെ ആഫിയാക്കണമേ തമ്പുരാനെ. ഇൽമിനെ ആഫിയാക്കണമേ റബ്ബേ. ഇൽമിനെ ആഫിയാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ മുത്തഖീങ്ങളിൽ പെടുത്തണമേ റബ്ബേ. അല്ലാഹു എന്നൊന്നേരം ഞങ്ങൾ പറഞ്ഞ വിഷയമൊക്കെ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കണമേ റബ്ബേ. അതുകൊണ്ട് സമൂഹത്തിന് ഒരു നന്മയുടെ ആന്തോളനം ഈ സമൂഹത്തിൽ ഉണ്ടാവണമേ തമ്പുരാന്. ഇത് നന്മ അവിടെ ഉണ്ടാവണമേ റബ്ബേ. തിന്മയെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും, വിജയത്തിനെ തൊട്ടും തിന്മയെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും രക്ഷപ്പെടുത്തണമേ തമ്പുരാന്. സ്വാലിഹ്യങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അധികരിക്കണമേ തമ്പേ. മോശപ്പെട്ടവരെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും മഹല്ലത്തിനെയും എല്ലാത്തിനെയും കാത്തുരക്ഷിക്കണമേ തമ്പുരാന്. എല്ലാ മഹല്ലുകളിലും ഖൈറും സലാമത്തും തഖ്വയും ഈമാനും അഅ്മാലു സ്വാലിഹാത്തും വർദ്ധിക്കണമേ തമ്പുരാന്. അല്ലാഹുവേ, അല്ലാഹുവേ, രോഗികൾക്ക് ശിഫ നൽകണമേ റബ്ബേ. മരിച്ചവർ മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ജന്നാത്തുൻ നഈമിന്റെ വാതിൽ എല്ലാ ഖബറിലേക്കും തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ പരിപാടിക്ക് വരുന്ന എല്ലാ ആളുകൾക്കും ഇത് ഏറ്റവും വലിയ ഒരു കൊല്ലത്തെ ഏറ്റവും വലിയ നിക്ഷേപവും ബറക്കത്തും സ്വലാഹിയത്തുമാക്കണമേ തമ്പുരാനെ. നരകം തൊടാതെ സ്വർഗം നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും മാപ്പാക്കുകയും രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ വിജയം നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾ ചോദിച്ചൊക്കെ നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ചോദിക്കേണ്ടതും നൽകണമേ റബ്ബേ. പേടിക്കേണ്ട എല്ലാം ഒഴിവാക്കി തരണമേ റബ്ബേ. എല്ലാം ഖൈറിലും സലാമത്തുമാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, കൃഷിക്കാരെ കൃഷിയിലും കച്ചവടക്കാരെ കച്ചവടത്തിലും ഉൽപ്പന്നങ്ങളും വിളവിലും ഞങ്ങളുടെ നാട്ടിലും അങ്ങാടിയിലും എല്ലാം നീ ബറക്കത്ത് ചെയ്യണമേ തമ്പുരാനെ.